നമസ്കാരം പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളെ, ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച പ്രധാനപ്പെട്ട രണ്ട് ചിത്രങ്ങളാണ് തിയേറ്ററിൽ റിലീസായിരിക്കുന്നത്. അതിലൊന്ന് മഹാരാജ ഹോസ്റ്റലാണ്. രണ്ടാമത്തെ പടം ലർക്ക് എന്നൊരു പടമാണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് മഹാരാജ ഹോസ്റ്റലിനെ കുറിച്ചാണ്. മഹാരാജ ഹോസ്റ്റൽ എന്ന ഈ ചിത്രം ഒരു ഹൊറർ കോമഡി ചിത്രമാണ് സുഹൃത്തുക്കളെ. ഹോസ്റ്റൽ ലൈഫും പ്രേതവും ചിരിയും കൂട്ടിയിണക്കിയ ഒരു ഫൺ റൈഡ് സിനിമയാണോ ഇതെന്ന് ചോദിച്ചാൽ അതെ, സിനിമയുടെ ഓരോ ഘടകങ്ങളെയും കുറിച്ചാണ് നമ്മൾ മുന്നോട്ട് പറയാൻ പോകുന്നത്. കഥയും പ്രമേയവും നോക്കുകയാണെങ്കിൽ 3 എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ജീവിതവും അവിടെ നടക്കുന്ന ചില അപ്രതീക്ഷിത ഹൊറർ സംഭവങ്ങളുമാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. ക്യാമ്പസ് തമാശകളും സൗഹൃദവും പ്രേതബാധയുമുള്ള ഒരു ഗ്രാമ പശ്ചാത്തലവുമൊക്കെ ചേർത്താണ് കഥ മുന്നോട്ട് പോകുന്നത്. ഹൊറർ കോമഡി ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സബ്ജക്റ്റാണിത്. രചനയും സംവിധാനവും നോക്കുമ്പോൾ ചാരു വക്കാനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്യാമ്പസ് സിനിമകൾക്ക് അനുയോജ്യമായ രീതിയിൽ തമാശ നിമിഷങ്ങളും ലളിതമായ ഹൊറർ എലിമെൻറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംവിധായകൻ സിനിമയെ ഒരുക്കിയിരിക്കുന്നത്. തിരക്കഥ കൂടുതൽ ഡെപ്ത് ഉള്ളതാക്കാമായിരുന്നു എങ്കിലും ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനറായി സിനിമയെ എത്തിക്കാനായിട്ട് ഈ ടീം ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അഭിനേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ അഖിൽ ഷാ, ശരത് ബാബു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ കെമിസ്ട്രിയും കോമഡി ടൈമിങ്ങുമാണ് സിനിമയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. കൂടാതെ സജിൻ ചെറുകയിൽ, ആൻ മരിയ, ചിത്ര നായർ, വിനോദ് കോവൂർ തുടങ്ങിയവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ ചാരുചിത്ര പ്രൊഡക്ഷൻസ്, മധുമിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ നിർമ്മിച്ച ചിത്രത്തിന് സാങ്കേതികമായി വേണ്ട പിന്തുണ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഒരുക്കിയ ക്യാമ്പസ് ചിത്രമായിരുന്നിട്ടും ക്വാളിറ്റിയുടെ കാര്യത്തിൽ മോശമല്ലാത്ത രീതിയിൽ പ്രൊഡക്ഷൻ വാല്യൂ നൽകിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സംഗീതവും പശ്ചാത്തല സംഗീതവും ഒക്കെ നോക്കുമ്പോൾ അശ്വിൻ റാമാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പാട്ടുകളും പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഹൊറർ കോമഡി അന്തരീക്ഷം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ നോക്കുമ്പോൾ DOP ചെയ്തിരിക്കുന്നത് അഷ്കറാണ്. അഷ്കർ നിർവഹിച്ച ക്യാമറ വർക്കുകൾ, ഹോസ്റ്റൽ മൂഡും ഹൊറർ ലൈറ്റിങ്ങും ഒക്കെ നന്നായി അത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത. എഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ നിതീഷ് മിശ്രയാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ചിത്രം 2 മണിക്കൂർ 9 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. പ്രേക്ഷകരെ അധികം മടുപ്പിക്കാതെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. തിയേറ്റർ ആൻഡ് ഓഡിയൻസ് റെസ്പോൺസ് നോക്കുമ്പോൾ തിയേറ്ററുകളിൽ യുവാക്കളും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളുമാണ് സിനിമയ്ക്ക് കൂടുതൽ എത്തുന്നത്. ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മിക്സഡ് ടു പോസിറ്റീവ് റേറ്റിംഗുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം നെഗറ്റീവ് അഭിപ്രായങ്ങളും സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഒരു ഫൈനൽ വെർഡിക്റ്റ് നോക്കുമ്പോൾ വലുതായി ചിന്തിക്കാതെ കൂട്ടുകാരോടൊപ്പം ഒരു ലൈറ്റ് മൂഡിൽ കാണാൻ പറ്റിയ ഒരു ടൈം പാസ് ഹൊറർ കോമഡി സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ എന്ന ഈ സിനിമ. അടുത്ത പടം ലർക്കാണ്. തിയേറ്ററുകളിൽ റിലീസായ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ലർക്ക് എന്ന മലയാള സിനിമ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം പശ്ചാത്തലമാക്കിയെടുത്ത ഈ ചിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് നമുക്ക് കൃത്യമായി വിലയിരുത്താം. കഥയും പ്രമേയവും നോക്കുവാണെങ്കിൽ കാടിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ മനുഷ്യരും കാട്ടുമൃഗങ്ങളും തമ്മിൽ നടക്കുന്ന അതിജീവന പോരാട്ടമാണ് സിനിമയുടെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത്. എന്നാൽ കാട്ടിലെ മൃഗങ്ങളെക്കാൾ ക്രൂരരും അപകടകാരികളുമാണ് ചില മനുഷ്യരെന്ന സന്ദേശമാണ് ചിത്രം തരാൻ ശ്രമിക്കുന്നത്. ആക്ഷനും സസ്പെൻസും ചേർത്താണ് കഥ പുരോഗമിക്കുന്നത് തന്നെ. രചനയും സംവിധാനവും ഒക്കെ നോക്കുമ്പോൾ സംവിധായകൻ MA നിഷാദ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കഥ അദ്ദേഹത്തിൻ്റേത് തന്നെയാണ്. തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ജുബിൻ ജേക്കബ് ആണ്. സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ സിനിമയാക്കാറുള്ള നിഷാദിൻ്റെ മറ്റൊരു ശ്രമമാണിത്. എങ്കിലും സ്ക്രീൻ പ്ലേയിലും കഥാപാത്ര നിർമ്മിതിയിലും കൂടുതൽ ആഴം നൽകാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുമുണ്ട്.
അഭിനേതാക്കളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ സംവിധായകൻ എം.എ. നിഷാദ് തന്നെ പ്രധാന വേഷങ്ങളൊന്നിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ അനുമോൾ, സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, ടി.ജി. രവി, മഞ്ജു പിള്ള തുടങ്ങി വലിയൊരു താരനിര തന്നെ ഉണ്ട് ഈ സിനിമയിൽ. അനുമോൾ തൻ്റെ വേഷം തികച്ചും പ്രൊഫഷണലായി തന്നെ ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ കേരള ടാക്കീസ് ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാടിൻ്റെയും ഉൾഗ്രാമങ്ങളുടെയും അന്തരീക്ഷം തിയേറ്ററിൽ എത്തിക്കാൻ ആവശ്യമായ പ്രൊഡക്ഷൻ വാല്യൂ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സംഗീതത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ പ്രകാശ് അലക്സ്, മിനീഷ് തമ്പാൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവുമൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ സമയങ്ങളിൽ അതിൻ്റെ ഒരു മൂഡ് നിലനിർത്താനായിട്ട് BGM സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ എടുക്കുകയാണെങ്കിൽ DOP നിർവഹിച്ചിരിക്കുന്നത് രാജേഷ് രാമനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്കുകൾ കാടിൻ്റെ മനോഹരമായ കാഴ്ചകളും അതേസമയം പേടിപ്പിക്കുന്ന മൂഡും ഒപ്പിയെടുത്തിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ കാര്യമെടുക്കുമ്പോൾ വിപിൻ മണ്ണൂറാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം 2 മണിക്കൂർ 3 മിനിറ്റ് ദൈർഘ്യത്തിലാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. തിയേറ്റർ ആൻഡ് ഓഡിയൻസ് റെസ്പോൺസ് നോക്കുമ്പോൾ തിയേറ്ററുകളിൽ ചിത്രത്തിന് മിക്സഡ് ടു പോസിറ്റീവ് പ്രതികരണമാണ് ലഭിക്കുന്നത്. വിഷയം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ പലർക്കും വിഷയത്തോട് താല്പര്യം തോന്നാം. എന്നാൽ മേക്കിങ്ങിൽ വന്നിട്ടുള്ള ചില പഴഞ്ചൻ രീതികൾ പ്രേക്ഷകരിൽ ചില നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഒരു ഫൈനൽ വെർഡിക്റ്റ് നോക്കുവാണെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ പ്രമേയം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ശരാശരി ആക്ഷൻ ത്രില്ലറാണ് ലർക്ക് എന്ന സിനിമ. ഏതായാലും ഈ ആഴ്ച നിങ്ങൾ ഈ 2 പടത്തിൽ ഏതു പടമാണ് കണ്ടത്, അല്ലെങ്കിൽ 2 പടവും കണ്ടിട്ടുണ്ടോ? ഏതായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച പുതിയ സിനിമാ വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.